താറാവ് റോസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മുഴുവൻ താറാവാണ്. 1.5 കിലോ വെയിറ്റ് വരുന്ന താറാവാണിത്. വിനാഗിരിയിൽ ഉപ്പും ചേർത്ത് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന പീസുകളാണ്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഈ ഒരു സൈസിലാണ് താറാവിൻ്റെ പീസുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഉലുവയുടെ ഇല, മേത്തി ഇല എന്ന് പറയും. ഉലുവയുടെ ഇലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു വലിയൊരു പിടി ഉണ്ടാകും. 2 തക്കാളി, സവാള, വലിയ സവാള 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. ഇതാണ് ആവശ്യമായ പച്ചക്കറികൾ. ഇനി പൊടികൾ ഏതൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ഉലുവാപ്പൊടി, പാകത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ താറാവ് റോസ്റ്റിന് ആവശ്യമായുള്ളത്. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് താറാവിലേക്ക് ആവശ്യമായ മസാല. ഈ താറാവ് റോസ്റ്റിൻ്റെ പ്രധാന ഭാഗമാണിത്. വളരെ ശ്രദ്ധിക്കുക. കാരണം താറാവ് വേവിച്ചെടുക്കുന്ന മസാലയാണ്. പിന്നെ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള മസാല അതിന് ശേഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മസാലയാണ് ഈ റോസ്റ്റിന് യഥാർത്ഥമായ ടേസ്റ്റ് നൽകുന്നത്. ആദ്യം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി 2 സ്പൂൺ, ചെറിയ സ്പൂൺ 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി. സാധാരണ മല്ലിപ്പൊടിയുടെ പകുതി അളവാണ് മുളക് പൊടി നമ്മൾ എടുക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചെടുത്തത്. കുരുമുളക് പൊടി, ചെറിയൊരു സ്പൂൺ, ഗരം മസാലപ്പൊടി. റോസ്റ്റ് ഒക്കെ വെക്കുമ്പോൾ ഗരം മസാല കുറച്ച് കൂടിയാലും പ്രശ്നമല്ല, നല്ലൊരു മണമാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്. താറാവിൻ്റെ പീസുകളിലേക്ക് പിടിക്കാൻ ആവശ്യമായ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ശരിക്ക് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർക്കാം. ഒരു കാരണവശാലും മസാലയിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല. കാരണം തണുത്ത വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മസാലയുടെ യഥാർത്ഥമായ മണവും രുചിയും കുറയും. അത് കാരണം തിളപ്പിച്ച വെള്ളം നമുക്ക് അല്പം ചേർക്കാം. ഇനി നമുക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർക്കാം. ഇത് കുഴമ്പ് രൂപത്തിലാവാൻ ആവശ്യമായ ചൂടുവെള്ളം മാത്രമാണ് ചേർക്കേണ്ടത്. മസാല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കാം. നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കും.
താറാവിൻ്റെ കഷ്ണങ്ങളിലെല്ലാം ശരിക്കും മസാല പിടിച്ചു കഴിഞ്ഞു. ഇത് ഇനി ഡയറക്റ്റായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. സാധാരണ താറാവ് ഓരോ കുക്കറിൻ്റെ അളവനുസരിച്ചാണ് വേവിക്കേണ്ടത്. എൻ്റെ ഇവിടുത്തെ കുക്കറിൽ ഒരു 4 വിസിൽ കേട്ടാൽ ഇത് കുക്കാവും. കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മസാലയിലോട്ട് ഇടുന്ന പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് ശരിക്കും കുക്ക് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ചൂടായ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ മസാല വെച്ച് വെച്ചിരുന്ന താറാവ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ, അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം വേവിക്കണം. നമ്മൾ താറാവ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. താറാവ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് റോസ്റ്റിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റുക. ഒരുപാട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് ശേഷം നമ്മൾ ബാക്കി ഒരുപാട് പരിപാടികളൊന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ സമയം ആവശ്യമുള്ള പരിപാടിയാണ്. അത് കാരണം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതി. നമ്മൾ സവാള ശരിക്കും വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറായാൽ മതി. അതിനകത്തോട്ട് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ഉലുവയുടെ ഇല, മല്ലിയില. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇലകളാണ്. ഏകദേശം നല്ല ഒരു മുഴുവൻ കൈ എടുത്താൽ എത്ര ഉണ്ടാവും അത്രയുണ്ട്. പക്ഷേ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരത്തെ ഇതിനകത്തോട്ട് ഡൈല്യൂട്ടാവും. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയാലും നമ്മളെ കറിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നല്ലാതെ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കേണ്ട അവസ്ഥ ഒന്നുമില്ല. അതുകൊണ്ട് ഈസിയല്ല, കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒഴിക്കാം. പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഞ്ചി നമ്മൾ ഭക്ഷണത്തെ നമ്മൾ പാത്രങ്ങളുടെ അടിയിൽ പിടിപ്പിക്കുന്ന ഒരു സബ്സ്റ്റൻസ്. അതുകൊണ്ട് തക്കാളി ചേർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടുവെള്ളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് ചേർന്ന് നല്ലതാണ്. തക്കാളി ചേർത്താൽ പിന്നെ അഡീഷണലായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി എന്നുള്ള വെള്ളം ഇറങ്ങി പിന്നെ അടിയിൽ പിടിക്കുന്നതൊന്നും തടയും. തക്കാളി ഒന്ന് പേസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ പൊടി ചേർക്കാൻ പാകത്തിൽ നമ്മുടെ സവാളയും തക്കാളിയും ഇലകളും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ലൊരു കുഴമ്പ് രൂപത്തിലുണ്ടായിരുന്നു. ഉണ്ടല്ലേ? ഈ ഒരു തിക്നെസ് ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ പൊടികളൊക്കെ ഇതിനകത്തോട് ചേർക്കാം. നമ്മൾ ഈ പൊടികളൊക്കെ താറാവിൽ ഓൾറെഡി ചേർത്തതാണ്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ പൊടി മാത്രം മതി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്
ഉലുവാപ്പൊടിയാണ്, ലേശം മതി. ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലകളൊക്കെ ഒന്ന് ചൂടായി നല്ലൊരു മണം വരും. അപ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ റോസ്റ്റ് മസാല റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, ആ ഒരു വെളിച്ചെണ്ണ തിളയ്ക്കുന്ന ഒരു പരുവം, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇവിടെ നമ്മുടെ താറാവ് കുക്ക് ചെയ്ത പീസുകൾ ശരിക്കും കുക്കായി റെഡിയായിരിക്കുന്നുണ്ട്. നമ്മൾ അവസാന സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. ഈ താറാവിനെ നമ്മൾ റോസ്റ്റുമായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ താറാവിനെ നമ്മളിതിലോട്ട് മസാലയിലോട്ട് ചേർത്തിട്ടുണ്ട്. കുക്കറിൽ ലേശം വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കണം. ചേർത്തതിന് ശേഷം ഉയർന്ന ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കണം വേണ്ടത്. എന്നാലേ നമുക്ക് യഥാർത്ഥമായ ടേസ്റ്റ് കിട്ടും. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എരി കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളകിൻ്റെ കൂടെ ലേശം ഗരം മസാല ഉപയോഗിക്കാൻ മറക്കും. അതിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ചേർക്കും. കാരണം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചേർത്ത് ഉണ്ടായിരിക്കും. നമ്മൾ താറാവിന് നമ്മളിതിലോട്ട് മസാലയിലോട്ട് ചേർത്തിട്ടുണ്ട്. കുക്കറിൽ ലേശം വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കണം. ചേർത്തതിന് ശേഷം ഉയർന്ന ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നാലേ നമുക്ക് യഥാർത്ഥമായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. എരി കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളകിൻ്റെ കൂടെ ലേശം ഗരം മസാല ഉപയോഗിക്കാൻ മറക്കരുത്. അതിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പും ചേർക്കണം. കാരണം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചേർത്ത് നമുക്ക് ഉപ്പുണ്ടായിരിക്കും. മസാലയൊക്കെ കിടന്നിട്ട് നമ്മൾ താറാവ് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് നേരം അതിൽ വെള്ളം വറ്റാൻ വേണ്ടി വിട്ടുകൊടുക്കുക. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യുക, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ താറാവ് റോസ്റ്റ് റെഡിയാവും. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി